അഗ്നിദേവ് IPS അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അയാളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടായിരുന്നു. അതിലൊക്കെ വേഗം കണ്ണോടിച്ചു. അവൻ എഴുന്നേറ്റാലോ എന്ന് കരുതി ഫോൺ പെട്ടെന്ന് എടുത്തെടുത്ത് വെച്ചു. പെട്ടെന്നാണ് അഗ്നി ഉറക്കത്തിൽ നിന്നുണർന്ന് അവളുടെ നേരെ തിരിയുന്നത്. അവനെ കണ്ടതും അവളുടെ കയ്യിലുണ്ടായിരുന്ന താലിമാല അവളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു. ഒന്നും അറിയാത്തതുപോലെയിരുന്നു. ശ്രീ, നീ ഉറങ്ങിയില്ലേ? അവൻ്റെ അവലിയിൽ അവൾ ഒരു നിമിഷം ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ചു അവനെ തന്നെ നോക്കിപ്പോയി. അവളുടെ നോട്ടം കണ്ടിട്ടാവാം അവന് ബോധോദയം വരുന്നത്. സോറി, ഞാൻ അറിയാതെ. കഥ പറഞ്ഞ് അവസാനം എനിക്കിപ്പോൾ ശ്രീ എന്ന് തന്നെ വന്നു പോവുക. സോറി, അവൻ നെറ്റിത്തട ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. സാക്ഷി എന്താ, ഉറങ്ങിയില്ലേ? അവൻ കള്ളം മറക്കാൻ പാടുപെടുന്നത് അവൾ ശ്രദ്ധിക്കാതിരുന്നില്ല. ഒന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടന്നതും കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവനും കണ്ണടച്ചു കിടന്നു. അവൻ പറഞ്ഞ കഥ മുഴുവനും അവളുടെ മനസ്സിലൂടെ വീണ്ടും കടന്നുപോയി. താൻ ആ കഥയിലെ സ്ത്രീയായിരുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു വന്നു. അവളുടെ ഹൃദയത്തിലെ കുറ്റബോധത്തിന്റെ വാളുകൾ ആഴ്ന്നിറങ്ങി. മനസ്സുകൊണ്ട് 1000 തവണ അവനോട് മാപ്പിരുന്നു. കരഞ്ഞു കരഞ്ഞ അവസാനം അവൾ ഇപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ആദ്യം എഴുന്നേറ്റത് അഗ്നിയായിരുന്നു. കൈയൊക്കെ കുഴഞ്ഞ് തല ഇരുവശത്തേക്കും ചരിച്ചു. കഴുത്തിന്റെ ഞൊട്ടൊടിച്ചു സാക്ഷി കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. തലേദിവസം രാത്രി അവൻ കൊടുത്ത ജാക്കറ്റ് ഇട്ട് ഉറങ്ങുന്ന അവളെ കണ്ടതും അവന്റെ മുഖമൊന്ന് വിടർന്നു. അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോഴാണ് അവളുടെ മുഖവും കണ്ണൊക്കെയും വല്ലാണ്ടിരിക്കുന്നവൻ ശ്രദ്ധിക്കുന്നത്. എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുവാണല്ലോ, എന്താ വയ്യേ? ഹേ, ഒന്നുമില്ല. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടായിരിക്കാം എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അരുവിയുടെ അരികിലേക്ക് നടന്നു. മുഖമൊക്കെയും തണുത്ത വെള്ളത്തിൽ കഴുകിയപ്പോൾ അവൾക്ക് ഇത്തിരി ആശ്വാസം തോന്നി. അവളുടെ പ്രവർത്തികൾ വീക്ഷിച്ചുകൊണ്ട് അഗ്നിയും കൈയും മുഖമൊക്കെ കഴുകി ശേഷം ഇരുവരും അവിടുന്ന് യാത്ര ആരംഭിച്ചു. ഇന്നലെ രാത്രി വരെ വളവളാന്ന് സംസാരിച്ച് വെറുപ്പിച്ചുകൊണ്ടിരുന്ന പെണ്ണാണ് ഇത്രയും നേരായിട്ട് ഒരക്ഷരം മിണ്ടാഞ്ഞത്. ഇവൾക്കിതെന്ത് പറ്റി? അഗ്നി ചിന്തിക്കാതിരുന്നില്ല. നടന്ന് ക്ഷീണിച്ച സാക്ഷിയിടക്ക് നടത്തി നിർത്തി കിതയ്ക്കാൻ തുടങ്ങി. അന്നേരം അവളുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു നടക്കാൻ തുടങ്ങി. വേണ്ട, ഞാൻ നടന്നോളാം. അഗ്നി ഒന്നും മിണ്ടിയില്ല. കുഴപ്പമില്ലെന്ന്, ഞാൻ നടന്നോളാം. ഇയാൾ ഓൾറെഡി ടയേർഡാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നടന്നോളാന്നേ. ഈ താഴെ ഇറക്ക്, എനിക്ക് കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലൊന്നുമല്ലല്ലോ കിടന്നുറങ്ങിയത്. ഇല്ലെങ്കിൽ പറയായിരുന്നു തലമണ്ടയിലെ തേങ്ങയോ മടലോ വീണ് സാക്ഷി മേടത്തിൻ്റെ കിളി പോയെന്ന്. സ്വഭാവത്തിൽ അമ്മാതിരി മാറ്റം. ശരിക്കും എന്താ പറ്റിയേ? അഗ്നി അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും അവളൊന്നും മിണ്ടിയില്ല. ഏറെ നേരത്തെ കാൽനട യാത്രയ്ക്കൊടുവിൽ അഗ്നി അവളുമായി വീണ്ടും മൂപ്പൻ്റെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇത് എവിടെയാ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് സാക്ഷി ചോദിച്ചു. നീ വാ എന്ന് മാത്രം പറഞ്ഞു അവൻ അവളുടെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ അവരെന്ത് ചോദിച്ചാലും അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം കേട്ടോ. അഗ്നി അതുകൂടി പറഞ്ഞതും സാക്ഷി ഒന്നും മനസ്സിലാവാതെ തലകുലുക്കി. സാക്ഷിയുടെ കൈയും പിടിച്ചു വരുന്ന അഗ്നിയെ കണ്ടതും അവിടുത്തുകാർ ഓടി വന്നു ഇരുവരെയും സ്വീകരിച്ചു. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അഗ്നിയോട് ഓരോരുത്തരും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു, കൂടെ സാക്ഷിയോടും. അവളെല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറി. അവിടുത്തെ ഓരോ വിസ്മയ കാഴ്ചകളും അവൾ നോക്കി നിന്നു. അഗ്നിയെയും കൂട്ടി അവർ മൂപ്പൻ്റെ അരികിലെത്തി. അഗ്നി മൂപ്പനെ ഇറുകെ പുണർന്നു. ഇരുവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ മൂപ്പന് സന്തോഷമായി. അഗ്നിയുമായി സംസാരിക്കുന്നതിനിടയിലാണ് 2 പേർക്കും കുടിക്കാനുള്ളതുമായി ഒരാൾ വരുന്നത്. ഇരുവരും ആ പാനീയം കുടിച്ചു ദാഹകറ്റി. മൂപ്പന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തുകാർ ഇരുവർക്കുമായി നല്ലൊരു സദ്യ തന്നെ ഒരുക്കിയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് മൂപ്പനോട് യാത്ര പറയാൻ നേരാണ് സാക്ഷിയുടെ കഴുത്തിൽ താലിമാല ഇല്ല എന്ന കാര്യം മൂപ്പൻ തിരിച്ചറിയുന്നത്. ഈ കുട്ടിയുടെ താലിമാല എവിടെ? ഞാൻ പറഞ്ഞതല്ലേ അതൊരിക്കലും അഴിച്ചു മാറ്റാൻ പാടില്ലെന്ന്. മൂപ്പന് ആ ഒരു നിമിഷം അവരോട് നീരസം തോന്നി. അത് അയാളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അത് മനസ്സിലാക്കി അഗ്നി എന്തെങ്കിലും കള്ളം പറഞ്ഞേക്കാം എന്ന് കരുതി പോക്കറ്റിൽ കൈയിട്ട് താലിമാല തിരഞ്ഞെങ്കിലും അവനത് കിട്ടിയില്ല. താലി എവിടെയോ നഷ്ടപ്പെട്ടു എന്നത് അഗ്നിയെ വിഷമത്തിലാക്കി. ആ താലി ഇത്രയും നാൾ ഭദ്രമായി സൂക്ഷിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടുവല്ലോ എന്നോർത്ത് അഗ്നിയുടെ മുഖം വാടി. അത് മനസ്സിലാക്കിയ സാക്ഷി കയ്യിലുണ്ടായിരുന്ന താലി മൂപ്പന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. താലി അറിയാതെ അഴിഞ്ഞുപോയതാണ്. ഇതെൻ്റെ കഴുത്തിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് തന്നെ ഒന്നുകൂടി കെട്ടണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സാക്ഷിയുടെ കയ്യിലെ താലിയും അവളുടെ ആവശ്യം കേട്ടപ്പോൾ അഗ്നിക്ക് ഞെട്ടലാണ് ഉണ്ടായതെങ്കിൽ മൂപ്പൻ അത് സന്തോഷമാണ് ഉണ്ടാക്കിയത്. അഗ്നി വിശ്വാസം വരാതെ അവളെ തന്നെ നോക്കി. അങ്ങനെ അഗ്നി അന്ന് എവിടെ വെച്ചാണോ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയത് അതേ സ്ഥലത്ത് വെച്ച് മൂപ്പൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും താലി ചാർത്തിയതും അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് ഒന്നുകൂടി അവളെ തൻ്റെ പാതിയാക്കിയപ്പോൾ അവളുടെ മനസ്സിൽ എന്താണെന്ന് അഗ്നിക്ക് മനസ്സിലായില്ല. അവൻ താലി കഴുത്തി കെട്ടുന്ന നിമിഷത്തിൽ അവളുടെ മനസ്സിലൂടെ മിന്നായം പോലെ ചില ഓർമ്മകൾ മിന്നിമാഞ്ഞു. അപ്പോഴും ഒന്നും വ്യക്തമല്ല.
അന്ന് സ്വപ്നത്തിൽ കണ്ട പോലെ അഗ്നി അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്ന അവ്യക്തമായ നിമിഷങ്ങൾ. അപ്പോഴാണ് അവൾക്ക് ആ സ്വപ്നത്തിന് പിന്നിലെ സത്യം മനസ്സിലായത്. പക്ഷെ ഇപ്പോഴും ഒന്നിനും ഒരു പൂർണ്ണതയില്ല. അതുമല്ല, ബാക്കിയൊന്നും അവളുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അവൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് എല്ലാത്തിലുള്ള ഒരു ഉത്തരം തരണേന്ന്. തൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയ ഓർമ്മകൾ എനിക്ക് തിരിച്ചു തരണേന്ന്. ഇനി ഒരിക്കലും ഞങ്ങളെ തമ്മിൽ പിരിക്കരുതേ എന്ന്. എല്ലാം കഴിഞ്ഞ് ഇരുവരും അവിടുന്ന് യാത്രയായി. ഇത്തവണ അഗ്നി ലക്ഷ്യം വെച്ച് നടന്നത് കഴിഞ്ഞ ദിവസം ഒതുക്കി വെച്ച തങ്ങളുടെ വണ്ടിക്കരികിലേക്കാണ്. വഴിതെറ്റാതെ ഇരുവരും വണ്ടിക്കരികിലെത്തി. ഇത്രയും നേരമായിട്ടും സാക്ഷി അവനോട് ഒന്നും മിണ്ടിയിരുന്നില്ല. അതുകൊണ്ട് അവന് ദേഷ്യം വരാൻ തുടങ്ങി. എന്താ നിന്റെ ഉദ്ദേശം? അവൻ്റെ സ്വരത്തിൽ ഗൗരവം കലർന്നിരുന്നു. ഉദ്ദേശമോ? എന്തുദ്ദേശം? നിങ്ങൾക്കായിരുന്നല്ലോ ഉദ്ദേശങ്ങളൊക്കെയും. അതിനു വേണ്ടിയായിരുന്നല്ലോ ഇന്നലത്തെ ആ ഡ്രാമ പോലും. ഡ്രാമയോ? നീ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല. ഇന്നലെ ആ കാട്ടിൽ എന്നെ താമസിപ്പിക്കുക, ഇന്ന് മൂപ്പൻ്റെ അരികിൽ എത്തിക്കുക, എന്നിട്ട് കൃത്യമായി ഇത് ഇപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടാതെ വണ്ടിക്കരികിലെത്തി. കൊള്ളാം. ഇനി എന്താ അറിയേണ്ടത്? നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നാണോ? അന്ന് എനിക്ക് എന്താണ് സംഭവിച്ചതെന്നാണോ? എന്നാ കേട്ടോളൂ. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനൊന്നും ചെയ്തിട്ടില്ല. അവൾ അതും പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. അത് കണ്ടതും അവന് വിഷമം തോന്നി. ശ്രീ, ഇങ്ങനെ കരയല്ലേ കരയല്ലേ, എനിക്കറിയാം നിനക്കൊന്നും അറിയില്ലെന്ന്. പിന്നെ എന്തിനാ എന്നെ തേടി വീണ്ടും എത്തിയത്? എന്നോട് പ്രതികാരം ചെയ്യാനോ? പറ. എല്ലാം അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രതികാരമോ? അതും നിന്നോടോ? എനിക്കതിന് പറ്റുമോ ശ്രീ? നിന്റെ ഓർമ്മകൾ മാത്രമേ മാഞ്ഞു പോയിട്ടുള്ളൂ. എന്നിലെ ഓർമ്മകൾ എന്നും അതുപോലെ തന്നെയുണ്ട്. എന്നെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച എൻ്റെ സ്ത്രീയോട് എനിക്ക് പ്രതികാരമോ? എനിക്കതിന് പറ്റുമെന്ന് തോന്നുവോ? ഒരിക്കലുമില്ല. എനിക്കറിയാം നീ ഇന്നലെ രാത്രി എൻ്റെ ഫോൺ എടുത്ത് നോക്കിയെന്ന്. അതിൻ്റെയാണ് പെട്ടെന്നുള്ള ഈ മാറ്റം. അഗ്നിദേവ് IPS ലാസ്റ്റ് സെർച്ച് ഹിസ്റ്ററി ഞാൻ കണ്ടു ശ്രീ. അതും പറഞ്ഞ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ യാത്ര നിന്നിൽ നിന്ന് മാഞ്ഞുപോയ ആ ഓർമ്മകൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇന്നലെ കഥ പറഞ്ഞത് അത് കേട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നാലോ എന്ന് കരുതിയാണ്. എനിക്ക് വേണ്ടത് നിന്നെ ഇതുപോലെ ആക്കിയ, നിന്നെ എന്നിൽ നിന്ന് അകറ്റിയ ആ മറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അതാരാണെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതറിയാൻ നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടണം. CMന് നേരെയേണ്ട ആക്രമണത്തിൻ്റെ അന്വേഷണ ചുമതല എനിക്കായിരുന്നു. നിന്റെ പ്രൊട്ടക്ഷന് ബോഡി ഗാർഡിനെ നിയമിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഈ ഒരു ഡ്യൂട്ടി. എന്തിനാണെന്നോ? നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിൻ്റെ കൂടെ എന്നും നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അതും പറഞ്ഞവനെ നിർത്തി. ഒരു നാൾ എൻ്റെ പ്രാണനായിരുന്നവൾ എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്നെ തനിച്ചാക്കി പോയവൾ, അവൾ വീണ്ടും എൻ്റെ കൺമുന്നിൽ മാസങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. ആ മുഖം കാണാൻ വേണ്ടി എവിടെയൊക്കെ അലഞ്ഞു നടന്നിരുന്നു. പക്ഷെ എൻ്റെ ആ സന്തോഷത്തിന് നിമിഷങ്ങളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഗോവൻ ട്രിപ്പിൽ നീ എന്നെ കണ്ടിട്ടും അറിയാത്ത പോലെ പെരുമാറിയപ്പോൾ ദേഷ്യം കൊണ്ട് അങ്ങനെ പെരുമാറിയതാണ്. പിന്നീട് ആ ദേഷ്യം മനസ്സിൽ വെച്ച് വാശിയോടെ ഡൽഹിക്ക് പോയി. ട്രെയിനിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ഫീൽഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വന്നപ്പോഴാണ് നിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ഫ്രണ്ട് മുഖേന അറിയുന്നത്. അന്ന് നിൻ്റെ അച്ഛൻ മുൻ പ്രതിപക്ഷ നേതാവ് ചന്ദ്രശേഖർ CM ആയി സ്ഥാനമേറ്റിരിക്കുന്നു. പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും നിന്നെ കിട്ടില്ല എന്ന മനസ്സ് കണക്കുകൂട്ടി ട്രെയിനിങ് പൂർത്തിയാക്കാൻ വേണ്ടി വീണ്ടും ഡൽഹിയിലേക്ക്. ട്രെയിനിങ് ആയി ACP ആയി പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ ഔട്ട് ഓഫ് കേരള മതിയെന്ന് തീരുമാനിച്ചു. ജോലിയിൽ കയറിയിട്ട് 1 വർഷം ആവാറായി. അതിനിടയിലാണ് CMന് നേരെയുള്ള ആ ആക്രമണം. അന്വേഷണം എന്നെ ഏൽപ്പിച്ചപ്പോൾ നിനക്കൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാ നിൻ്റെ ബോഡി ഗാർഡ് ഞാൻ തന്നെ ആയത്. നിൻ്റെ അച്ഛനറിയാമായിരുന്നു ഞാനൊരു പോലീസാണെന്ന്. പക്ഷേ നമ്മുടെ മുൻ റിലേഷനൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നാൽ വീണ്ടും എൻ്റെ കൂടെ നിന്നെ ഇങ്ങനെ വിടില്ലായിരുന്നു. ഇനി പറ, ഞാൻ വന്നത് നിന്നോട് പ്രതികാരം ചെയ്യാനാണോ? എനിക്കതിന് പറ്റുമോ? പക്ഷേ എനിക്ക് ഒറ്റ കാര്യം അറിയണമായിരുന്നു, നിനക്കന്ന് എന്താണ് സംഭവിച്ചതെന്ന്. അതിനു വേണ്ടിയാണ് നമ്മുടെ കഥ മുഴുവൻ പറഞ്ഞതും പിന്നീട് അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതും. പക്ഷെ നീ ഓർമ്മകൾ വരുന്നതിന് മുൻപേ എല്ലാം മനസ്സിലാക്കി കളഞ്ഞു എന്നും പറഞ്ഞ് ആഞ്ഞൊരു ശ്വാസം വലിച്ചു. എന്തിനാ വീണ്ടും ഈ താലി എന്നെ കൊണ്ട് അണിയിപ്പിച്ചത്? അതെൻ്റെ പ്ലാനിലില്ലായിരുന്നു. അന്ന് സഞ്ചരിച്ച വഴിയിലൂടെ വീണ്ടും ഒരു യാത്ര. നിനക്ക് വല്ലതും ഓർമ്മ വന്നാലോ എന്ന് കരുതി. അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. താലി കെട്ടി ഇനിയൊരു ഒളിച്ചുകളി അത് വേണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് കരുതി എനിക്ക് നിങ്ങളെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും ആരും ആഗ്രഹിച്ചു പോവില്ലേ ഇതുപോലൊരു ഭർത്താവിനെ? ആ കഥ കേട്ടപ്പോൾ ശ്രീയോട് ശരിക്കും അസൂയ തോന്നിയിരുന്നു. ആ കഥയിൽ അഗ്നി നിങ്ങളാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതിനിടയിൽ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും അത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് സംശയം. നിങ്ങൾ തന്നെയല്ലേ അതെന്ന്? അപ്പോഴും ഞാനായിരിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഫോൺ സെർച്ച് ചെയ്തത്.
പിന്നീട് നിങ്ങളുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അത് ഞാനായിരുന്നെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ല. എനിക്ക് പെട്ടെന്ന് ശ്രീയാവാൻ പറ്റില്ല. ഞാൻ സാക്ഷിയാണ്, അഹങ്കാരിയായ സാക്ഷി. അതും പറഞ്ഞ് അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അതിന് ഞാൻ നിന്നോട് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ ശ്രീയാവണമെന്ന്. അവളൊന്നും മിണ്ടിയില്ല. അവൻ അവളുടെ അരികിൽ ചെന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശ്രീ പറ, ഞാൻ പറഞ്ഞോന്ന്. ഇല്ല, എന്നാലും എനിക്കറിയാം നിങ്ങൾക്ക് ഈ സാക്ഷിയെക്കാളും പ്രിയം നിങ്ങളുടെ ശ്രീയ തന്നെയാണ്. അത് നിങ്ങളുടെ വാക്കിലൂടെ പലതവണ എനിക്ക് മനസ്സിലായതാണ്. എൻ്റെ പൊന്നെ, ആദ്യം നിങ്ങളെന്നുള്ള വിളിയുണ്ടല്ലോ അത് മാറ്റി. എന്നിട്ട് എന്നും വിളിക്കുന്ന പോലെ ഡെവിളെന്നോ എടോ എന്നോ താനെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ എന്നും പറഞ്ഞു അവളുടെ താടി പിടിച്ചു കൊഞ്ചിച്ചതും അവൾ അവനെ ഒന്നുകൂടി ഇറുകെ പുണർന്നു. സോറി, റിയലി സോറി, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ലേ, എന്നെ വെറുക്കല്ലേ എന്നും പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. ശ്രീ, ഇങ്ങനെ കരയല്ലേ പ്ലീസ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്തിന്? അത് പിന്നെ കുഞ്ഞ്. ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ വിഷമമുണ്ട്. സാരമില്ല, നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതാം. ഇനിയും സമയം കിടക്കുമല്ലേ. നിന്റെ ആഗ്രഹം പോലെ 5 കുഞ്ഞു പന്നീർ പൂക്കളെ ഞാൻ തന്നിരിക്കും. അത് കേട്ടതും അഞ്ചോ എന്ന പോലെ അവൾ ഞെട്ടി. കൂടെ നാണവും ചമ്മലും എല്ലാം കലർന്നൊരു ഭാവവും. എന്താ ഒന്നും മിണ്ടാനത്? എന്താ വേണ്ടേ? അന്ന് വലിയ ഡയലോഗ് അടിയായിരുന്നല്ലോ എന്നും പറഞ്ഞു അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തതും അവൾ ആ ചുംബനം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. നീ വാ, വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞ് അവളെ വണ്ടിയിലെത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. നേരെ അവൻ അതീവ പ്രണയത്തോടെ അവളെ നോക്കിയപ്പോൾ അവളത് താങ്ങാനാവാതെ മിഴികൾ താഴ്ത്തി. അതെ, ഇങ്ങനെ നാണിച്ച് തല താഴ്ത്തിയിരിക്കാനൊന്നും പറ്റില്ല. തൽക്കാലം ഇയാൾ സാക്ഷിയായാൽ മതി എന്നും പറഞ്ഞു അവന് വണ്ടി മുന്നോട്ടെടുത്തു. അപ്പോൾ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞിട്ട്? അത് കേട്ടതും കള്ളച്ചിരിയോടെ അവൾക്ക് നേരെ പ്രണയത്തിൽ ചാലിച്ചൊരു നോട്ടമറിഞ്ഞുകൊണ്ട് അവൻ വണ്ടി തിരിച്ചു വിട്ടു. സാക്ഷിയുടെ കയ്യും പിടിച്ച് വീടിൻ്റെ പടി കയറുമ്പോൾ നിലവിളക്കുമായി അഗ്നിയുടെ അമ്മ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു, കൂടെ ജുവലും. അതുകൊണ്ട് സാക്ഷി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ണു ചിമ്മി കാണിച്ചു. അമ്മയുടെ കയ്യിൽ നിന്നും നിലവിളക്കും സ്വീകരിച്ച് വലതുകാലം എടുത്തു വെച്ച് സാക്ഷി ആ വീടിൻ്റെ പടി കയറി. ശ്രീ എന്ന് വിളിച്ച അമ്മയും ജുവലും സ്നേഹത്തോടെ പെരുമാറിയപ്പോൾ സാക്ഷിക്കാര്യം ചില അപരിചിതത്വം ഫീൽ ചെയ്തെങ്കിലും പയ്യെ പയ്യെ അത് കുറഞ്ഞു വന്നു. ആ വീടിനുള്ളിൽ മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടും സാക്ഷിക്ക് പഴയ ഒരു ഓർമ്മ പോലും തിരിച്ചു വന്നില്ല എന്നത് അവർക്കൊക്കെ ചെറിയ വിഷമമുണ്ടാക്കി. രാത്രിയിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം ജുവലാണ് സാക്ഷിയെ സെറ്റ് സാരി ഒഴിപ്പിച്ചു മുല്ലപ്പൂവൊക്കെ ചൂടി പാൽഗ്ലാസും കൊടുത്തു അഗ്നിയുടെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നത്. അതിനുശേഷം ജുവൽ വീട്ടിലേക്ക് മടങ്ങി. ഫസ്റ്റ് നൈറ്റ് സെറ്റപ്പിൽ അണിഞ്ഞൊരുങ്ങി വന്ന സാക്ഷിയെ കണ്ട് അഗ്നിയുടെ മുഖം വിടർന്നുവെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഇത്തിരി ജാടയിട്ട് നിന്നു. ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്നേ കഴിഞ്ഞതാ എന്ന് അവളോട് പറയാൻ നാക്കെടുത്തതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ചു. അത് പിന്നെ എന്നെ അമ്മ നിർബന്ധിച്ചപ്പോൾ അവൻ്റെ ആ നിൽപ്പ് കണ്ടിട്ടാവണം സാക്ഷി അത് പറഞ്ഞത്. ശരി, കുഴപ്പമില്ല, ഇനിയിപ്പോൾ പാല് വെറുതെ കളയണ്ട, കുടിച്ചേക്കാണല്ലേ. ഇതുപോലൊരു മൊമെന്റ്സ് മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ചടങ്ങ് പോലെ നടക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പാല് വാങ്ങി പകുതി കുടിച്ചു, ബാക്കി അവൾക്ക് കൊടുത്തു. അവന് ചെറുപുഞ്ചിരി സമ്മാനിച്ചു. അവൾ ബാക്കി പാല് കുടിച്ചു. ഗ്ലാസ് അവിടെ വെച്ച ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ പരങ്ങി നിന്നു. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആവണമെന്നില്ല, ഇയാൾ സാക്ഷിയായി ജീവിച്ചാൽ മതി. ഓർമ്മകളൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും. അതിനുശേഷം ഇയാളെന്നെ മുഴുവനായും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് റിയൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. താങ്ക് യു ഡെവിൾ. ഇങ്ങോട്ട് വരാൻ നേരം ഞാൻ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. ഇയാളോട് എനിക്ക് ഒന്നും പറയാനും പറ്റില്ലല്ലോ. അതും പറഞ്ഞു അവൻ അവളെ ഇറുകെ പുണർന്നു. അത് കണ്ടതും അവനും ചെയ്തു വന്നു. വാ, നമുക്ക് കിടക്കാം. എൻ്റെ കൂടെ ബെഡിൽ കിടക്കുക തനിക്ക് പേടിയുണ്ടോ? അവളില്ലെന്ന് തലയാട്ടി. അഗ്നി ആദ്യം കിടന്നു. സാക്ഷി അവനോടൊട്ടി കിടന്ന ശേഷം അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. അന്നേരമാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൾ ശ്രദ്ധിക്കുന്നത് ഡിസ്പ്ലേയിൽ റോസിൻ്റെ പേര് തെളിഞ്ഞതും സാക്ഷിയുടെ മുഖം വിടർന്നു. അവൾ എഴുന്നേറ്റ് ഫോൺ എടുത്ത് കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. അത് കണ്ട് അഗ്നി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അഗ്നി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കർ മോഡിൽ ഇട്ട് അവളുടെ കയ്യിൽ കൊടുത്ത ശേഷം കൈകൊണ്ട് ആംഗ്യം കാട്ടി അവളോട് സംസാരിക്കാൻ പറഞ്ഞു. ഹലോ റോസ്. ഓർമ്മയുണ്ടാവോ? ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? ഇന്നലെ രാത്രിയും വിളിച്ചു, ഇന്ന് പകൽ സമയം മുഴുവനും വിളിച്ചു. നീ ഇവിടെ എന്നാ ചെയ്യുമായിരുന്നു? മാങ്ങ പറിക്കാൻ പോയിരിക്കായിരുന്നോ? എടി, ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. അതുകൊണ്ട് ഞാൻ ഇന്ന് മുഴുവനും ഉറക്കായിരുന്നു. അതാ ഫോൺ എടുക്കാഞ്ഞത്. ഇതിന് മാത്രം ഉറക്കോ? അത് നിനക്ക്? നീ എന്താ കുംഭകർണൻ്റെ അമ്മായിയുടെ മോള? അതൊക്കെ പോട്ടെ, എവിടെ നിന്റെ ഡെവിൾ? അത് കേട്ടതും അഗ്നി സാക്ഷിയൊന്ന് നോക്കി. ഡെവിൾ അവിടെ എവിടെയെങ്കിലും കാണും. അങ്ങേരെ തപ്പി നടക്കലാണല്ലോ എൻ്റെ പണി. അതൊക്കെ പോട്ടെ, നിനക്ക് സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയതായിട്ട് ഒരു അസുഖമില്ല, വിശേഷമായിട്ടില്ല. ആവുമ്പോൾ പറയാം. അല്ല, നീ ഇവിടെ എന്നെ എടുക്കുമായിരുന്നു? ഞാനിവിടെ ഫസ്റ്റ് നൈറ്റ്.
ഫസ്റ്റ് നൈറ്റാ? അപ്പം നിന്റെ കല്യാണം കഴിഞ്ഞാ? സാക്ഷിയുടെ വായിൽ നിന്ന് വീണ അബദ്ധം കേട്ടതും അഗ്നി അവളുടെ സാരിയുടെ മറ നീക്കി ഇടുപ്പിൽ കുഞ്ഞു നുള്ളു കൊടുത്തു. ഹാ! അവൾ വേദന കൊണ്ട് ശബ്ദം ഉണ്ടാക്കി. എന്നിട്ട് അവൻ്റെ കയ്യിൽ ചെറുതായി അടിച്ചു. അടങ്ങിയിരിക്കാൻ പറഞ്ഞു. സാച്ചു, നീ പോയോടി? റോസ്, ഞാൻ ഇവിടെയുണ്ട്. അത് പിന്നെ ഇന്നലെ ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നല്ലോ, അപ്പോൾ ഇന്ന് സെക്കൻഡ് നൈറ്റ് ആണല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നീ ഇങ്ങനെ കൂടുതൽ ഉദ്ദേശിക്കണ്ട. പിന്നെ ഞാൻ നിനക്ക് ഫ്രീ ആയി ഒരു ഉപദേശം തരാം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ആർക്കാ കേട്? ആർക്കാ? സാക്ഷി പ്രത്യേക താളത്തിൽ ചോദിച്ചു. ഇലക്ക്. അതുപോലെ നിനക്കറിയില്ലേ, നീ ഒരു ഇലയാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഡെവിളിന് മുന്നിലെ പ്രേമം അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഒറിജിനാലിറ്റിക്ക് വേണ്ടേ കൂടുതൽ ടച്ചിങ്സിനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേ പണ്ടയിൽ ജൂനിയർ ഡെവിൾ കൂടി ഉണ്ടാവാതിരുന്ന നിനക്ക് കൊള്ളാം. റോസ് പറഞ്ഞത് കേട്ട് അഗ്നി സാക്ഷി ഒന്ന് ഇരുത്തി നോക്കി. സാക്ഷിയാണെങ്കിൽ അവനെ നോക്കി ചമ്മി ചിരി പാസാക്കി. എടി, ഞാൻ പറഞ്ഞത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? റോസ്, നീ ചുമ്മാതിരിക്കെ. ഡെവിളെ ഒരു മാന്യനാണ്, അതെനിക്കറിയാലോ. എനിക്ക് നിന്നെയാ പേടി. നീ കയറി അങ്ങേരെ റേപ്പ് ചെയ്താലും മതിയല്ലോ. ഇത്തവണ അഗ്നി ചിരി അടക്കാൻ പാടുപെട്ടു. സാക്ഷിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ചമ്മി നാറി നിൽക്കുവാണ്. സാക്ഷിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അഗ്നി കോൾ കട്ട് ചെയ്തു. ശേഷം അഗ്നി റോസിന് വീഡിയോ കോൾ ചെയ്തു. റോസ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ കാണുന്നത് അഗ്നിയാണ്. സോറി, റോങ് നമ്പർ എന്നും പറഞ്ഞ് അവൾ കട്ട് ചെയ്യാൻ നേരാണ് ഇത് സാക്ഷിയുടെ നമ്പറാണെന്നും അവൻ ഇങ്ങോട്ട് വിളിച്ചതാണെന്നും കുട്ടിക്ക് ബോധം വരുന്നത്. അവനെ കണ്ടതും അവളുടെ കിളി പോയി. അഗ്നി ഫോൺ ഒന്നുകൂടി ദൂരെ പിടിച്ചു. അവനിപ്പോൾ സാക്ഷിയുടെ മടിയിലാണ് കിടന്നിട്ടുള്ളത് എന്നുകൂടി കാട്ടിക്കൊടുത്തു. അതുകൂടി കണ്ടതും റോസിൻ്റെ ബാക്കിയുള്ള കിളി കൂടി പോയി. ഇതെന്നതാ കർത്താവ് എവിടെ നടക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? റോസ് എന്താ സംഭവം എന്നറിയാതെ രണ്ടുപേരോടായി ചോദിച്ചു. എടി റോസമ്മേ, സോറി, ഇന്ന് ഞങ്ങളെ ചെറുതായി ഒരു കല്യാണം കഴിച്ചു. എന്നിട്ടിപ്പോൾ ചെറുതായി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള പുറപ്പാടാണല്ലേ? മനസ്സിലായി. ഹേയ്, അത് ചെറുതായല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ആഘോഷിക്കും. ഇത്തവണ അഗ്നിയാണ് മറുപടി പറഞ്ഞത്. ബോഡി ഗാർഡ് ചേട്ടാ, അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഇവളെ വളച്ചെടുത്തു? വളയാത്ത പെണ്ണിനെ വളക്കാൻ മയിലെണ്ണ ബെസ്റ്റാണെന്ന് ദിലീപ് ഒരു ഫിലിമിൽ പറയുന്നത് കേട്ടിരുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. വരുന്ന വഴിയിലെ ഒരു കുപ്പി മയിലെണ്ണ വാങ്ങി കൂട്ടുകാരുടെ ദേഹത്ത് പുരട്ടി കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ പുള്ളിക്കാരി വളഞ്ഞു. നേരെ പോയി താലി കെട്ടി. ഓഹോ, ചേട്ടനെന്നെ ഊതിയതാണല്ലേ? അല്ലടോ, താൻ വേണേ ട്രൈ ചെയ്ത് നോക്ക്. വിശ്വസിച്ചു. ഞാൻ വിചാരിച്ച പോലെയല്ല. ചേട്ടനെ ഹ്യൂമർ സെൻസൊക്കെ ഉണ്ടല്ലേ. എനിവേ, ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല എന്ന് പറഞ്ഞേ റോസ് കോൾ ഡിസ്കണക്ട് ചെയ്തതും അഗ്നി ചിരിയോടെ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ കിടന്നു. അവൻ്റെ അരികിലായി സാക്ഷിയും കിടന്നു. രണ്ടുപേരും ഏറെ നേരം ചിരിച്ചതിന് ശേഷം മുഖത്തോട് മുഖം നോക്കിയതും ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. എൻ്റെ ആ വശ്യമായ നോട്ടത്തിൽ സാക്ഷി ചെറുതായെന്ന് പതറി. ഡ്രസ് മാറുന്നില്ലേ? അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ തലോടിക്കൊണ്ടവൻ ചോദിച്ചു. എനിക്ക് വയ്യടേവിളെ, ഞാൻ ഇങ്ങനെ തന്നെ കിടക്കാൻ പോവാം. എന്നാൽ ശരി, പക്ഷേ ഇത് വേണോ എന്നും പറഞ്ഞ് അവളുടെ സാരിയുടെ മുന്താണിയിൽ പിടുത്തമിട്ടു. വേണ്ട ഡെവൾ, അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാക്ഷി പറഞ്ഞു. എന്തിനായി നാണൊക്കെയും? ഞാൻ കാണാത്തതായി ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതൊട്ട് എൻ്റെ അടുത്ത് കിടക്കാൻ പറ്റില്ല. എനിക്ക് ചൊറിച്ചിൽ അലർജിയാണ്. ഇല്ലെങ്കിൽ നീ ഒരു ചൊറിയൻ ചെയ്യുമ്പോൾ ആണല്ലോ, രണ്ടും കൂടി ആയാൽ എന്നെ കൊണ്ട് താങ്ങില്ല. അതുകൊണ്ടാ, അല്ലാതെ നിന്നെ ഹോട്ട് ലുക്കിൽ കാണാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല. അതും പറഞ്ഞ് അവളെ ഒന്ന് പാളി നോക്കി. അയ്യോ പോവിടുന്ന് എന്നും പറഞ്ഞ് അവളെ തിരിഞ്ഞു കിടന്നു. അന്നേരം അവളുടെ പിൻകഴുത്തിലെ മറുക അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവളോട് ചേർന്ന് കിടന്നു. തോളിൽ മുഖമുരസിയതും അവളുടെ ഹൃദയതാളം പൊടുന്നനെ ഉയർന്നു. മുടി വകഞ്ഞു മാറ്റി മറുകിൽ ചുണ്ടു ചേർത്തതും അവൾ അവൻ്റെ ചുംബനം താങ്ങാനാവാതെ നേരെ കിടന്നു. അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. അവളെ നേരെ കിടത്തി മുന്താണി കൊത്തിയ പിന്നിലേക്ക് അവൻ്റെ കൈ നീണ്ടു. അവളുടെ ശരീരം വെട്ടിവിറച്ചു. അവളുടെ അനുവാദത്തിനായി മുഖത്തേക്ക് നോക്കിയപ്പോൾ നാണത്തോടെ അവൾ നോട്ടം മാറ്റിയതും അവൾക്ക് സമ്മതമെന്നോണം അവൻ അവളുടെ സാരി മുഴുവനും അഴിച്ചു മാറ്റി. അന്നേരം അവൾ കൈവച്ച് മാറി മറച്ചു പിടിച്ചു. ഇന്നലെ രാത്രി ഇതിനേക്കാളും ഹോട്ടായിരുന്നല്ലോ പെണ്ണെ, ചുമ്മാ നാണിച്ച് സമയം കളയാതെ ഉറങ്ങാൻ നോക്കി എന്നും പറഞ്ഞു അവളെ ചേർത്തി പിടിച്ചു നെറുകയിൽ ചുംബിച്ചു. യാത്രാക്ഷീണം കാരണം ഏറെ വൈകാതെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. സാക്ഷ്യം കൊണ്ട് കുളപ്പുഴവിലേക്ക് ചെന്നതാണ് അഗ്നി. ഉറക്കത്തിൽ കണ്ട ഇരുവരുടെയും പ്രണയ നിമിഷത്തിൻ്റെ ദൃശ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അവൾ യാന്ത്രികമായി പടവുകൾ ഓരോന്നായി ഇറങ്ങി. കുളത്തിലേക്ക് എടുത്ത് ചാടുന്നതും വെള്ളത്തിൽ നിന്ന് അവളെയും കോരിയെടുത്ത് നടക്കുന്നതുമായ അവ്യക്തമായ ചില ഓർമ്മകൾ അവളെ തേടിയെത്തി. അവൾക്ക് വീണ്ടും തലയ്ക്കകത്ത് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് തോന്നി. കണ്ണിലിരുട്ട് പടർന്നു. അവൾ മുടിയിൽ കൊരുത്തു വലിച്ചു. അവളുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ച അഗ്നി അവളുടെ അരികിലേക്ക് എത്തിയപ്പോഴേക്കും അവൾ ബോധം മറന്നു അവൻ്റെ കൈകളിലേക്ക് വീണിരുന്നു.
അഗ്നി തൻ്റെ സുഹൃത്തും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ബെഞ്ചമിനെ വിളിച്ച് സാക്ഷിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ പഴയ ഓർമ്മകൾ അവളെ അടിച്ചേൽപ്പിച്ചു. അവളുടെ ഓർമ്മകൾ തിരിച്ചു പിടിക്കുന്നത് നല്ലതല്ലെന്നും അത് അവളുടെ ജീവനെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അഗ്നി ആ ശ്രമം ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൾ തന്നെ മനസ്സിലാക്കില്ലോ എന്ന് കരുതി അവൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെയും അവൻ ചെയ്യാൻ തുടങ്ങി. ആഴ്ചക്കുള്ളിൽ അവൾ അവിടവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അഗ്നിയുടെ അമ്മയുമായും ജോലുമായും നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തു. പതിവ് പോലെ അഗ്നിയുടെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങുകയായിരുന്നു സാക്ഷി. ഉറക്കത്തിൽ അവളുടെ മനസ്സിൽ ചില രംഗങ്ങൾ തെളിഞ്ഞു വന്നു. അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നതും ആരോ തലക്ക് ശക്തമായി ഇടിക്കുന്നതും മരിച്ചെന്ന് കരുതി അവളെ വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കുന്നതുമായ ചില രംഗങ്ങൾ. അതും വ്യക്തമല്ലാത്ത രീതിയിലായിരുന്നു അവൾ കണ്ടിരുന്നത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന സാക്ഷി അഗ്നിയെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെ എന്നവരെ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ മുതൽ സാക്ഷിക്ക് ഒരേ നിർബന്ധം, തനിക്ക് ഇന്ന് തന്നെ ട്രിവാൻഡ്രം പോകണമെന്ന്. അതും തങ്ങൾ മുൻപ് താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക്. മുൻപ് സാക്ഷിയുടെ വീട് ട്രിവാൻഡ്രം അല്ലായിരുന്നു. അച്ഛൻ മന്ത്രിയായ ശേഷം അവരങ്ങോട്ട് താമസം മാറ്റിയതാണ്. മുൻപത്തെ പോലെയല്ല. ഇപ്പോൾ അവളെയും കൊണ്ട് താൻ അവിടെ ചെന്നാൽ ഉറപ്പായും സിയം അറിയും. അതിനാൽ അഗ്നി ആവുന്ന പോലെ പറഞ്ഞു നോക്കിയെങ്കിലും അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒടുവിൽ അവളുടെ വാശിക്ക് മുന്നിൽ അഗ്നി തോറ്റു കൊടുക്കുന്നുണ്ട്. അഗ്നി മുൻപ് താമസിച്ച സ്ഥലത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിമന്ദിരത്തിലേക്കും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. രണ്ടും രണ്ട് ഭാഗത്തായിരുന്നു എന്നത് അവനൊരു ചെറിയ ആശ്വാസം തോന്നി. അഗ്നിയും ശ്രീയും തിരികെ മടങ്ങുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടി താൻ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും എന്നവൾ വാക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്.